നമുക്ക് അടുത്ത് ചെയ്യുന്നത് വീരഭദ്രാസനം എന്ന് പറയും. അപ്പോൾ കാല് ചേർത്ത് വെച്ച് ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് നല്ലോണം അകലത്തിലേക്ക് വെക്കുക. കൈ വിടർത്തും, ശ്വാസം എടുത്തിട്ടാണ്. ഇനി നമുക്ക് വലത് ഭാഗത്തേക്ക് തിരിയണം. അപ്പോൾ വലത് കാലിന് വിരൽ നേരെ വലത് ഭാഗത്തേക്കും ഇടത് കാലിന് വിരൽ അല്പം മുന്നോട്ട് നീക്കി വെക്കുക. ഇനി കൈ രണ്ടൊന്ന് കോർത്ത് പിടിച്ചിട്ട് കൈ മുകളിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നട്ടെല്ല് നല്ലോണം വളഞ്ഞിരിക്കും. നട്ടെല്ലിൻ്റെ ആ വലിച്ചിലാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ടത്. വീണ്ടും ശ്വാസം എടുത്ത് കൊണ്ടുവരുന്നു, കൈ വിടർത്തി കൊണ്ടുവരുന്നു. ഇതേപോലെ നമുക്ക് ഇടത് ഭാഗത്തേക്കും ചെയ്യാം. അപ്പോൾ ഇടത് കാലിന് വിരൽ നേരെ ഇടത് ഭാഗത്തേക്ക് കൊണ്ടുപോകും, വലത് കാലിന് വിരൽ അല്പം മുന്നോട്ട് വരും. മുന്നിലെ കാൽമുട്ട് മടക്കും, കാൽമുട്ട് 90 ഡിഗ്രി മടങ്ങിയിരിക്കും. കാലിൻ്റെ മധ്യത്തിൽ, രണ്ട് കാലിൻ്റെ മധ്യത്തിലാണ് തലയുടെ അവസ്ഥ ഒരു ഏകദേശം. അപ്പോൾ നട്ടെല്ല് പിന്നോട്ട് വളഞ്ഞിരിക്കും. ഇനി വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക, കൈ വിടർത്തുക, കൈ താഴ്ത്തി കൊണ്ടുവരിക, കാല് ചേർത്ത് വയ്ക്കുക. ഇത് വേണമെങ്കിൽ മറ്റൊരു രീതിയിലും ചെയ്യുക. നമുക്ക് വീണ്ടും അതേപോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ വരിക. 1 എന്ന് പറയുമ്പോൾ കാല് അകലത്ത് വെക്കുക. 2 കൈ മേലോട്ട് തന്നെ പോവുക, കാലിൻ്റെ വിരൽ നേരെ മുന്നോട്ട് വരിക. ഇനി കൈ മേലോട്ട് കൊണ്ടുപോട്ടെ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ. ഇനി ആസനത്തിൽ വിരമിക്കുന്നത് വീണ്ടും 1, അവിടെ ഈ കാല് ചേർത്ത് വെച്ചിട്ട് ആസനത്തിന് വിരമിക്കുക. 2. അപ്പോൾ ഒരാസനം, ഒരു വലതുഭാഗം കഴിഞ്ഞു. അപ്പോൾ ഇതിന് വലതുഭാഗം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആസനം എന്ന് പറയും. അതിന് മറുഭാഗം ചെയ്യേണ്ടത്. അപ്പോൾ ഇടത് കാല് നീക്കി വെച്ചുകൊണ്ട് അങ്ങനെയും ചെയ്യാം. 2. ഇനി ഇടത് ഭാഗത്തേക്ക് വീണ്ടും ഉയരുക, കാല് ചേർത്ത് വെക്കുക. അപ്പോൾ ഓരോ ആസനം ഇപ്പോൾ വലതുഭാഗം ചേർത്തും പിന്നെ ഇടതുഭാഗം അങ്ങനെ വേണേൽ ചെയ്യുക. സാധാരണ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ആദ്യം ചെയ്ത പോലെ തന്നെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ പേര് പറയുക വീരഭദ്രാസനം. എന്നാൽ ഈ ഒരു ആസനം ഇപ്പോൾ നമ്മൾ ചെയ്തത് അതിനേക്കാൾ കുറച്ചുകൂടി ലളിതമാക്കി ചെയ്യുക. അപ്പോൾ നമ്മുടെ കൈ കാൽമുട്ടിൽ വെക്കും, മറ്റേ കൈ അരക്കെട്ടിന് വെക്കും. അങ്ങനെയൊന്ന് നമ്മൾ ചെയ്യുക. അപ്പോൾ കാല് ചേർത്ത് വെക്കുന്നു, ശ്വാസം എടുത്തുകൊണ്ട് കൈ വിടർത്തുക, 1 കാലകലത്തിൽ വെക്കുന്നു. ഇനി അവിടെ നിന്ന് വലത് ഭാഗത്തേക്ക് തിരിയുക. അപ്പോൾ പിന്നിലെ കാലിൻ്റെ വിരലാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം പിന്നിലെ കാലിൻ്റെ വിരൽ ലേശം മുന്നോട്ട് നീങ്ങണം. ഇനി വലത് കൈ കാൽമുട്ടിൽ വെക്കുക, ഇടത് കൈ അരക്കെട്ടിൻ്റെ പിൻഭാഗത്ത് വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നട്ടെല്ലൊന്ന് പിന്നോട്ട് വളയും, ഈ മുന്നിലെ കൈ കാൽമുട്ടിൽ വരും. അപ്പോൾ ഇവിടെ ഒരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് സുഖം എന്താ വെച്ചാൽ നട്ടെല്ലിൽ ഒന്ന് അമർത്തി കൊടുക്കാൻ പറ്റും. പിന്നോട്ട് നമുക്ക് സുഖമായിട്ട് വളയാം. ഇത് പ്രയാസമല്ല, അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആസനമാണ് വീരഭദ്രാസനം. വീണ്ടും ഉയരുക. ഇതേപോലെ നമുക്ക് ഇടത് ഭാഗം ചെയ്യാം. അപ്പോൾ നോക്കുക, ഇടത് കാലിന് നേരെ മുന്നിലേക്ക് ഇടത് കാലിന് വിരൽ, വലത് കാലിന് വിരൽ അല്പം മുന്നോട്ട് വരും. ഇടത് കൈ മുന്നിൽ കാൽമുട്ടിൽ, വലത് കൈ അരക്കെട്ടിന് പിൻഭാഗത്ത്. അപ്പോൾ നട്ടിൽ നമുക്ക് കിട്ടാവുന്നതോളം പിന്നോട്ട് വളയ്ക്കാൻ പറ്റും. അതിന് വീണ്ടും ഉയരുക, ശ്വാസം എടുക്കുന്നത്. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ആസനത്തിൽ നിന്ന് വിരമിക്കുക. ഇതും വീരഭദ്രാസനം തന്നെയാണ്. ഇത് ചെയ്തത് വീരഭദ്രാസനം ലളിതമായ രൂപത്തിൽ. ഇത് ഒരു അല്പം പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൈ വിടർത്തി കൈ മുകളിലേക്ക് കൊണ്ടുപോകുന്ന അങ്ങനെ ചെയ്യാം. ഈ വീരഭദ്രാസനത്തിൻ്റെ വീരഭദ്രൻ നമ്മൾ യോദ്ധാവ് എന്നാണ് പറയുക, വേരിയർ പോസ് എന്ന് പറയാറുണ്ട്. ഈ ഒരു ആസനം നട്ടെല്ലിന് നല്ല ബലം കൊടുക്കും, നട്ടെല്ലിനും അതോടനുബന്ധിച്ച പേശിയൊക്കെ നല്ല ബലം കിട്ടും. അപ്പോൾ ഇതിനൊരു ഗുണം, നമ്മൾ വളരെ എനർജറ്റിക്കായി ഊർജ്ജസ്വലരായിരിക്കും, അലസത വരികയില്ല. നമ്മൾ പറയാറുണ്ട് കുട്ടികൾക്കൊക്കെ, അലസതയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു ആസനം വളരെ പ്രയോജനം ചെയ്യുന്നതാണ് വീരഭദ്രാസനം. ഒരു 3-4 തവണ പരിശീലിക്കരുത്.